സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ത്രിയേക ദൈവത്തിന് സ്തുതി. വാസ്തുവിദ്യയിൽ ഒരു കെട്ടിടത്തിൻ്റെ അളവുകളും ആകൃതിയും ഉറപ്പുമെല്ലാം അതിൻ്റെ മൂലക്കല്ലിനെ അടിസ്ഥാനമാക്കിയാണുള്ളത്. കന്നിമൂലയിൽ ഇടുന്ന ആ കല്ലിന്മേൽ വരുന്ന ചെറിയൊരു വ്യത്യാസം പോലും കെട്ടിടത്തെ ദോഷകരമായി ബാധിക്കാം. ആ മൂലക്കല്ലിനോട് ചേർന്നാണ് മറ്റെല്ലാ കല്ലുകളും വിന്യസിക്കുന്നത്. അതിനാൽ തന്നെ പണിയുന്നവർ ഏറെ ശ്രദ്ധയോടെ ആ കല്ല് അടിച്ച് രൂപപ്പെടുത്തി 90 ആംഗിളിൽ തിരിഞ്ഞു വരത്തക്കവണ്ണമാണ് മൂലക്കല്ലിടുന്നത്. ഒരു കുറവും അതിലുണ്ടാകാൻ പാടില്ല. വേദപുസ്തകം യേശുക്രിസ്തുവിനെ ജീവനുള്ള മൂലക്കല്ലായി കാട്ടിത്തരുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു കെട്ടിടത്തിന്റെ ഉറപ്പ് നൽകുന്ന മൂലക്കല്ല് പോലെ സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണെന്നതും അവനിൽ സകലവും ഒന്നായി ചേർക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഈ ഭാഗം പഠിപ്പിക്കുന്നു. യേശു ആകുന്ന ജീവനുള്ള മൂലക്കല്ലാകണം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശില എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ധ്യാനഭാഗമായ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. മുന്തിരിത്തോട്ടത്തിലെ കുടിയാന്മാരുടെ ഉപമയാണ് ഇവിടെ നാം കാണുന്നത്. തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്ത യഹൂദന്മാരോടും മൂപ്പന്മാരോടുമുള്ള മറുപടിയായി യേശു പറയുന്ന ഒരു ഉപമയാണിത്. വിദേശികളായ ഭൂവുടമകൾ സ്വദേശികളായ കർഷകരെ കുടിയാന്മാരായി നിയോഗിച്ചിരുന്ന പതിവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൃഷി വിളവെടുക്കാറാകുമ്പോൾ ഉടമസ്ഥനോ ദാസന്മാരോ വരും. യേശു പരാമർശിക്കുന്ന ഈ ഉപമയിൽ കുടിയാന്മാർ ഉടമസ്ഥനയച്ച ദാസന്മാരെയും അവകാശിയായ ഏക മകനെയും മർദ്ദിച്ച് ദാരുണമായി കൊന്നുകളഞ്ഞു. എന്നാൽ ഉടമസ്ഥൻ തിരികെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് തക്കതായ ശിക്ഷ ആ കുടിയാന്മാർക്ക് നൽകി തോട്ടം തക്ക സമയത്ത് ഫലം നൽകുന്നവർക്ക് നൽകും എന്നതായിരുന്നു അവരുടെ മറുപടി. ഈ ഉപമയിലൂടെ യേശു താൻ അനുഭവിക്കാനിരിക്കുന്ന തിരസ്കരണത്തെയും പീഡാനുഭവത്തെയും മരണത്തെയും ഒക്കെയാണ് മുൻകൂട്ടി അറിയിച്ചത്. മുന്തിരിത്തോട്ടം ദൈവജനത്തെയും കുടിയാന്മാർ മതനേതാക്കന്മാരെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് തങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് മതനേതാക്കൾക്ക് വ്യക്തമായിരുന്നു. ദൈവം ന്യായപ്രമാണവും നിയമങ്ങളും നൽകി സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ കാത്തു സൂക്ഷിക്കുവാൻ ചുമതലപ്പെട്ട അവർ സ്വയനീതിയിലും ആചാരാനുഷ്ഠാനങ്ങളിലും മുഴുകിയപ്പോൾ തെറ്റിപ്പോകുന്ന ജനത്തെ രക്ഷയുടെ ദൂതറിയിക്കുവാൻ അയച്ച പ്രവാചകന്മാരെ അവർ പീഡിപ്പിക്കുകയും തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്തു. പിന്നീട് സ്വന്തം പുത്രനെ അയച്ചെങ്കിലും അവനിൽ അവർ വിശ്വസിച്ചില്ല. അവരുടെ പ്രവൃത്തിയുടെ ഫലത്തെക്കുറിച്ച് അവരെ കൊണ്ട് തന്നെ മറുപടി പറയിക്കുകയാണ് കർത്താവ്. അവർ തള്ളിക്കളഞ്ഞ യേശു എന്ന കല്ല് പിന്നീട് ഒരു പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനമായ മൂലക്കല്ലായി തീരുമെന്ന് 118-ാം സങ്കീർത്തനം 22-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യേശു വ്യക്തമാക്കുന്നു. യെശയ്യാ പ്രവാചകൻ ഇതേക്കുറിച്ച് പ്രവചിച്ചത് ഇപ്രകാരമാണ്: ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. കെട്ടിടം പണിയുമ്പോൾ മൂലക്കല്ല് അടിച്ച് രൂപപ്പെടുത്തുന്നത് പോലെ, ചെത്തി വെടിപ്പാക്കുന്നത് പോലെ പീഡനങ്ങൾ അനുഭവിച്ച് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് ശോധന ചെയ്യപ്പെട്ട് ഉയർത്തവനാണ് കർത്താവ്. തൻ്റെ വിലമതിക്കാനാവാത്ത രക്തം നമുക്കായി ചിന്തിയ, ശരീരം നുറുക്കാനേൽപ്പിച്ച വിലയേറിയ മൂലക്കല്ല്. ആ അടിസ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിനും ഉണ്ടാവേണ്ടത്. എന്നാൽ തള്ളിക്കളയുന്നവർക്ക് അത് ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമാകുമെന്നും തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം കെട്ടിപ്പടുത്തിരിക്കുന്ന മൂലക്കല്ലാണ് ക്രിസ്തു എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും പ്രത്യാശയുടെ ഉറവിടവും ഇന്ന് ഏതിലാണ് എന്ന് ചിന്തിക്കാം. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ.
മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് യേശുവിനെ കുറിച്ച് മതനേതാക്കന്മാർക്ക് മുൻപിൽ ധൈര്യപൂർവ്വം സാക്ഷിക്കുവാൻ പത്രോസിനെ ശക്തിപ്പെടുത്തിയത് ക്രിസ്തു എന്ന മൂലക്കല്ലാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടതിനാലാണ്. പ്രിയ സ്നേഹിതരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സമ്പത്തിലും ലൗകികമായ മറ്റ് നേട്ടങ്ങളിലുമാണോ നിലനിൽക്കുന്നത്? സ്വാർത്ഥതയും അഹന്തയും അഹങ്കാരവും ഒക്കെയാണോ നമ്മെ ഭരിക്കുന്നത്? മണലിന്മേലല്ല, പാറമേൽ വീട് പണിതെങ്കിൽ മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്നതോർക്കുക. ഒരുപക്ഷെ കുടുംബത്തിലോ സമൂഹത്തിലോ സഭയിലോ ഒക്കെ തള്ളപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവരുമാകാം നാമും. തള്ളപ്പെട്ട നമ്മെ അടിസ്ഥാന കല്ലിനോട് ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്നത് മറന്നു പോകരുത്. ഉടയവനുമായുള്ള ബന്ധം നഷ്ടമാക്കിയ കുടിയാന്മാരെ പോലെ നന്ദികെട്ടവരാകാനല്ല, കൃതജ്ഞതാസ്തുതികളോടെ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിലനിൽക്കുവാനാണ് ദൈവം ഇന്ന് നമ്മോടും ആവശ്യപ്പെടുന്നത്. ദൈവജനമെന്നത് അലങ്കാരമായി കൊണ്ടു നടക്കുവാനുള്ള സ്ഥാനമല്ല, മറിച്ച് താഴ്മയോടും വിനയത്തോടും ഉടയവന്റെ ഹിതമറിഞ്ഞ് ഫലം നൽകുന്ന നല്ല ദാസരാകാം. ശ്രേഷ്ഠവും മാന്യവുമായി ജീവനുള്ള കല്ലായ ക്രിസ്തുവിനോട് ചേർന്ന് നാമും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി പണിയപ്പെടാനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ അടിസ്ഥാനവും മൂലക്കല്ലും രക്ഷകനുമായ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാം. പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്കും പറയാം, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ജീവനുള്ള മൂലക്കല്ലായ ക്രിസ്തുവിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ ഉറപ്പോടെ പണിയപ്പെടുവാനും ആ ശിലയോട് ചേർന്ന് നിന്ന് നിത്യതയ്ക്കായി ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.